ഹലോ, നമ്മൾ വീണ്ടും പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് എത്തിയത്. ഇത് എപ്പിസോഡ് 27 ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊക്കെ എല്ലാവരും പോയി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറയുന്ന പ്രോബ്ലം കുറച്ചൊക്കെ ഏതായാലും സോൾവ് ആയാണ്. ഇനി ഒരു 10-15 എപ്പിസോഡ്സ് കുഴപ്പമില്ലാതെ വരും. അപ്പോൾ എന്ന് വരുന്നൊന്നും ഞാൻ പറയില്ല, ഏതായാലും വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആശും കൂട്ടുകാരും എറഗയുടെ കയ്യിൽ നിന്ന് ആ റെയിൻബോ ബേഡ്ജും വാങ്ങി ഇപ്പോൾ പുതിയ സിറ്റിയിലാണ്. അവർ ഇപ്പോൾ പുതിയ സിറ്റിയിൽ എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മളെ ഇവിടെ പൂട്ടിയോ? അതെ, ഇവിടുന്ന് ഈ ബിൽഡിങ്ങിന്റെ വലിപ്പം കാരണം നമുക്ക് ആകാശം പോലും കാണുന്നില്ല മതിയായിരിക്ക്. ഇപ്പോൾ എവിടെയാണ് ബ്രോക്ക്? അപ്പ് ടൗൺ. അവരിപ്പോൾ അപ്പ് ടൗണിലാണ്. അപ്പോഴാണ് ആർണോൾഡിനെ വിളിച്ച് ആശിനെ അടുത്തേക്ക് ഒരു സ്ത്രീ കടന്നു വരിക. ആശിനോട് പറയും, നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസമായല്ലോ, ഞാൻ പേടിച്ചു പോയി, നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ച്. അങ്ങനെ ആ സ്ത്രീനോട് ആശ പറയും, ഞാൻ ആർണോൾഡല്ല, ഞാൻ ആശാണെന്ന് പറയും. ഓ, എന്നാ നീ എന്നോട് ക്ഷമിക്കണം, നിന്നെ കണ്ടിട്ട് എൻ്റെ ഹർണോൾഡിനെ പോലെയുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡിൻ്റെ പേര് എഴുതി കാണിക്കുന്നത്, ഹിപ്നോസ് നാപ്പ് ടൈം. ഞാനിപ്പോൾ ഒരുപാട് സങ്കടത്തിലാണ്. കാരണം എൻ്റെ മകൻ ഹെർണോൾഡ് പെട്ടെന്ന് അവനെ കാണാതില്ലാതായി. 3 ദിവസമായി അവനെ കാണാതില്ലാതായിട്ട് എനിക്കവനെ എവിടുന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവനെന്തെങ്കിലും സങ്കടങ്ങളോ വേദനകളോ ഉണ്ടായിരുന്നോ? ഇനിയൊരു പോക്കിമോൺ ട്രെയിനർ ആവാൻ പോയതാണാവോ? അവന് പോക്കിമോൺസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവനൊരു പോക്കിമോൺ ട്രെയിനർ ആവണമെന്ന്. അവന് വീട്ടിലേക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. കാരണം എൻ്റെ മോനെ മാത്രമല്ല കാണാതില്ലാതായത്, ഈ കാണുന്ന പോസ്റ്റേഴ്സിൽ ഒരാളെയും കാണാനില്ല. എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഒന്നിൻ്റെ പുറകെ ഒന്നായി ഇവരെ കാണുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഈ ഫോട്ടോ എവിടെയാണ് ഞാൻ വെക്കുക? അപ്പോൾ ഓഫീസറിൻ്റെ അടുത്തേക്ക് ആശ ഓടിച്ചെന്ന് ചോദിക്കുക, നിങ്ങൾ ജെനിയുടെ കസിനാണോ എന്ന്. അപ്പോൾ ആ ഓഫീസർ പറയും, ഞാൻ കസിൻ്റെ കസിനാണോ എന്ന് പറയും. അപ്പോൾ ബ്രോക്ക് ഓടിപ്പോയി പറയും, നിങ്ങൾ ഈ കാണാതെ പോയ കുട്ടികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണോ? എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങളെ സഹായിക്കാൻ. അർണോൾഡിൻ്റെ അമ്മയെ കണ്ടിട്ട് ആശിന് തൻ്റെ അമ്മയെ ഓർമ്മ വരും. ഞാൻ എന്താണ് ഈ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് ഈ നിഗൂഢമായ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യും. ഈ എല്ലാ കുട്ടികളെയും കാണാതെ പോയിട്ട് 3 ദിവസമായി. അങ്ങനെ ഇവരെല്ലാവരും കൂടിയും പോക്കിമോൺ സെന്ററിലേക്ക് വരും. അങ്ങനെ ഇവർ ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് ഈ കുട്ടി ഇവിടെ വന്നിരുന്നൊക്കെ അവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പോക്കിമോൺ സെന്ററിലുള്ള പോക്കിമോൺസ് ഒക്കെ ആകെ ക്ഷീണിച്ചതുപോലെയുണ്ട് എല്ലാ പോക്കിമോൺസും. പിന്നെ ഈ പോക്കിമോൻ ആണെങ്കിൽ ഭയങ്കര രൂപത്തിലാണ്. അപ്പോൾ ആഷ് പോക്കി ടാക്സ് എടുത്ത് നോക്കും. ഇതാണ് സൈഡക്. ഇതൊരു വാട്ടർ ടൈപ്പ് പോക്കിമോനാണ്. അതുപോലെ ഒരുപാട് നിഗൂഢമായ പവേഴ്സും ഇതിനുണ്ട്. അപ്പോൾ ബ്രോക്ക് ചോദിക്കും, അപ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണം? അപ്പോൾ നൈസ് ജോയ് പറയും, എനിക്കൊരു ഐഡിയയും ഇല്ല. അപ്പോൾ മിസ്റ്റ് ചോദിക്കും, ഇതൊക്കെ അഭിനയമാണോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് 3 ദിവസമായെന്ന് പറയും നൈസ് ജോയ്. 3 ദിവസമോ? അതുപോലെ തന്നെ ആ കുട്ടികളെ കാണാതില്ലതായിട്ടും 3 ദിവസമല്ലേ? അപ്പോൾ ഓഫീസർ പറയും, ആ കുട്ടികളെ കാണാതെ പോയതിനും അതുപോലെ ഈ പോക്കിമോൺസിന് വന്ന പ്രോബ്ലത്തിനും എന്തോ കണക്ഷൻ ഉണ്ട്. അപ്പോഴാണ് ഓഫീസറിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ലീപ്പ് വേവ് ഡിറ്റക്ടർ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴായിരിക്കും പീക്കാച്ചുവിന്റെ എനർജിയൊക്കെ പോയി പീക്കാച്ചു ക്ഷീണിക്കും. അതുപോലെ തന്നെ ടീം റോക്കറ്റും ഈ സ്ലീപ്പ് വേ എവിടെ നിന്നാണ് വരുന്നത് നോക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ വേവിനെ നോക്കി നോക്കി ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലെത്തും, ഒരു വലിയ ബിൽഡിങ്ങിന്റെ. അപ്പോൾ ഓഫീസർ പറയും, ഇതിന്റെ മുകളിൽ നിന്നാണ് കൂടുതൽ വേവ് വരുന്നതെന്ന്. അവർ മുകളിലെത്തിയിട്ട് ആദ്യം കാണുന്നത് തന്നെ വലിയൊരു മാൻഷനാണ്. അവരാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി വരും. അപ്പോൾ അവിടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവിടെ 2 പോക്കിമോൺസും ഉണ്ട്. ഇതേത് സ്ഥലം? എന്താണ് ഇവിടെ എന്നൊക്കെയാണ് ബ്രോക്കും മാഷും പറയുന്നത്. ഞങ്ങൾ ഈ സ്ലീപ്പ് വേവ്സ് കണ്ടു വന്നതാണെന്ന് പറയും ഓഫീസർ. അത് ചിലപ്പം ഈ ഹിപ്നോ കാരണമാണെന്ന് പറയും അവിടെയുള്ള ഒരാൾ. എനിക്ക് തോന്നുന്നു ഡ്രോവ്സിയുടെ ഇവോൾവ് ഫോമാണ് ഹിപ്നോ. അതെ, അത് ശരിയാണ്. ഞങ്ങളുടെ ഡ്രോവ്സി 3 ദിവസം മുമ്പാണ് ഇവോൾവ് ആയത്, ഹിപ്നോ ആയി മാറിയത്. അപ്പോൾ കുട്ടികളെ കാണാതില്ലതായതും പോക്കിമോൻ എനർജികൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ 3 ദിവസം ഒക്കെ പ്രശ്നം ആരംഭിച്ചിട്ട് 3 ദിവസമായി. അപ്പോൾ ഇവിടെയുള്ള അയാൾ പറയും, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് കാത്തിരുന്നിട്ടാണ് ഡ്രൗസി ഇവോൾവ് ആയി ഹിപ്നോ ആയി മാറിയത്. ഇപ്പോൾ ഈ ഹിപ്നോ ആയ ശേഷം ഞങ്ങൾക്ക് കുറേ യൂസ്ഫുള്ളാണ് ഹിപ്നോ. ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ രാത്രി ഉറങ്ങാൻ കഴിയാറില്ല. എന്നാൽ ഹിപ്നോ ആയി ഇവോൾവ് ശേഷം ഞങ്ങൾക്ക് എന്നും രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഈ ഹിപ്നോന്റെ പവർ യൂസ് ചെയ്ത് ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഹിപ്നോന്റെ ഈ സ്ലീപ്പ് വേവ്സ് ഒക്കെ ബാധിക്കുന്നത് വേറെ ഇല്ല പോക്കിമോൺസിനാണെന്ന് പറയും ആഷ്. ഒക്കെ പറയും, അത് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഹിപ്നോ ഉപയോഗിക്കുന്നത് പവേഴ്സ് അല്ല, പകരം പോക്കിമോൺസിനെയാണ്. ആ സ്ലീപ്പിംഗ് വേവ് ആണ് കുട്ടികളെ ബാധിക്കുന്നത്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് പോക്കിമോൺസിനെ ബാധിക്കുന്നത്. അപ്പോൾ മിസ്റ്റി ആണെങ്കിൽ ഹിപ്നോന്റെ മുമ്പിൽ പോയി നിൽക്കും. അങ്ങനെ മിസ്റ്റി ഒരു പോക്കിമോനായി മാറും. ബ്രോക്ക് പറയും, മിസ്റ്റി ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആ സ്ലീപ്പ് വേവ് ആണെന്ന്. മിസ്റ്റി ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങി ഓടും. അവരുടെ ബാക്കിൽ ഇവരും ഉണ്ടാകും. അങ്ങനെ ഇവർ ഓടി ഓടി ഈ സിറ്റിയുടെ സെൻറ്ററിലെത്തും. അവിടെയാണെങ്കിൽ ഈ കാണാതെ പോയ എല്ലാ കുട്ടികളും ഉണ്ടാകും. അവിടെയുള്ള കുട്ടികളാണെങ്കിൽ ഓരോ പോക്കിമോൺസിനെ പോലെയായിരിക്കും സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. ഇവരെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതാണ് പോക്കിമോൺ ഐറസ്. ഹിപ്നോ ഉണ്ടാക്കിയ സ്ലീപ്പിംഗ് വേവിൽ വേറെ വേവ് ഉണ്ടായി. അതൊക്കെ ഇവരെ പോക്കിമോനെ പോലെ ആക്കി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കും.
എനിക്കറിയാം, ഡ്രൗസിയെ കൊണ്ട് ചിലപ്പോൾ ഇവരെ ശരിയാക്കാൻ കഴിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡ്രൗസിയെ യൂസ് ചെയ്ത് മിസ്റ്റിയെ ആദ്യം ശരിയാക്കി മാറ്റും, പഴയതുപോലെയാക്കും. അങ്ങനെ ഡ്രൗസിയെ എടുത്ത് പാർക്കിലേക്ക് പോകാൻ നിൽക്കുകയായിരിക്കും, ബാക്കിയില്ല കുട്ടികളെയും ശരിയാക്കാൻ വേണ്ടി. അപ്പോഴാണ് അങ്ങോട്ട് ടീം റോക്കറ്റ് വരുന്നത്. അവർക്കാണെങ്കിൽ ഹിപ്നോനെ വേണ്ടി വരും. അതിന് ഹിപ്നോൻ്റെ സ്ലീപ്പ് വേവ് ഹിപ്നോനെ ഉപയോഗിച്ച് ഹിപ്നോനെ ഓർക്കാൻ വേണ്ടി ഹിപ്നോനെ ഹിപ്നോസിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ അവിടെ ചെടിച്ചട്ടി എടുത്ത് എറിഞ്ഞ് ആ ഗ്ലാസ് പൊട്ടിക്കും. പിന്നെ അവർ ഹിപ്നോനെയും അതുപോലെ ഡ്രോസിയും പിടിച്ചു കൊണ്ടുപോകാൻ നോക്കും. മിസ്റ്റിയാണെങ്കിൽ സ്റ്റാർ വിയെ യൂസ് ചെയ്ത് ആ കയറൊക്കെ പൊട്ടിക്കും. പിന്നെ പിജിയോട്ടിയും യൂസ് ചെയ്ത് അവരെ ഡിഫീറ്റ് ചെയ്യും ടീം റോക്കറ്റിനെ. പിന്നെ അവർ പോയാണ്ട് ഡ്രോസിയുടെ പവർ യൂസ് ചെയ്ത് അവിടെയുള്ള എല്ലാ പ്രശ്നവും സോൾവ് ആക്കും. അങ്ങനെ പോക്കിമോൺസിന്റെ പ്രശ്നവും മാറും. അങ്ങനെ അർണോൾഡിന്റെ അമ്മക്ക് അർണോൾഡിനെയും കിട്ടും. പിന്നെ ഇവർ പോക്കിമോൺ സെന്ററിൽ പോയി അവിടെയുള്ള പോക്കിമോൺസിനെയും ക്യൂർ ചെയ്യും. അങ്ങനെ അവിടെയുള്ള പോക്കിമോൺസിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ ഒരു പോക്കിമോൻ അയച്ച്. എന്തായാലും അങ്ങനെ ഞാൻ ഒരു കേസ് കൂടിയും സോൾവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ബ്രോക്കിനോട് പറയും എല്ലാ പോക്കിമോൺസിനും പ്രശ്നം മാറി, പക്ഷേ ഈ പോക്കിമോനെ മാത്രം മാറിയിട്ടില്ല. അപ്പോൾ ബ്രോക്ക് പറയും അത് സാരമില്ല, ഈ പോക്കിമോനെ എൻ്റെ അടുത്ത് നിന്നാൽ മതി, ഞാൻ നന്നായി തന്നെ നോക്കിക്കൊണ്ട് ഈ പോക്കിമോനെ എന്ന് പറയും. അങ്ങനെ സൈഡക്ക് ഇവരെ കൂടെ കൂടും. പക്ഷെ ഒരു സംശയം എന്താ വെച്ചാൽ ഈ സൈഡക്കിനെ ആരാണ് നോക്കുക എന്ന്. ബ്രോക്ക് പറയും മിസ്റ്റി അല്ലേ വാട്ടർ പോക്കിമോൺ ട്രെയിനർ, അതുകൊണ്ട് മിസ്റ്റി എടുത്തോട്ടെ ഇതിനെ. ഇടയ്ക്ക് രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം സൈഡക്കിന് ഇപ്പോൾ തലവേദനയുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിന് തലവേദന ഉണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് മിസ്റ്റി കല്ലിൽ തട്ടി താഴേക്ക് വെക്കുക. അങ്ങനെ മിസ്റ്റിയുടെ ഒരു പോക്കിപ്പോൾ പോയി സൈഡക്കിന് മുന്നിലെത്തും. സൈഡക്ക് ആണെങ്കിൽ അതിൽ കയറും. അങ്ങനെയാണ് എപ്പിസോഡ് 27ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി പോക്കിമോൻ എപ്പിസോഡ്സ് മിക്കവാറും ഏപ്രിൽ മാസത്തിലാവും ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കാരണം അന്ന് മുതൽ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടാണെന്ന് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഇതിനിടയിൽ വരാനും ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ.